നമ്മൾ ഒരാളെയും വിലയിരുത്താനും ചെറുതാക്കാനും ഒന്നും പോകരുത്. നമ്മുടെ അവസ്ഥകൾ ആലോചിച്ച് വിനയത്തോടെ, താഴ്മയോടെ, അതപോടെ അള്ളാഹുലേക്ക് സമീപിക്കുക. എത്രമാത്രം നമ്മൾ വിനയം കൈകൊള്ളുന്നുവോ അത്രമാത്രം നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അത്തരം ഹൃദയത്തിൽ അഹങ്കാരം കയറില്ല. പക്ഷെ എത്രത്തോളം നമ്മൾ വലുതാവുന്നോ അത്രത്തോളം നമുക്ക് അഹങ്കാരം വർദ്ധിക്കാൻ. നമ്മളെ വലുതാക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ ചെറുതാക്കാൻ, അള്ളാഹുവിനെ വലുതാക്കുമ്പോൾ നമ്മൾ ചെറുതാവുക. നമ്മൾ ചെറുതാവുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് വലുപ്പത്തിലുള്ളൂ. നമ്മൾ വലുതാവുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു സ്ഥാനം നമുക്ക് ഉണ്ടാവില്ല എന്നോർക്കണം. നമ്മളിവിടെ അള്ളാഹുവിനേക്കാളും വലിയവനാവാൻ വേണ്ടി വന്നല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും വലുപ്പത്തിനെ കാണിക്കാൻ വേണ്ടി വന്നല്ല. നമ്മൾ എത്രമാത്രം ചെറുതാണ് എന്ന ബോധത്തിൽ, അടിമ എന്ന ബോധത്തിൽ ജീവിക്കാനും ഉടമ എന്ന റബ്ബിനെ വലുതാക്കാനും വന്നതാണ്. അല്ലാതെ നമ്മളെ വലുതാക്കാനല്ല ഇവിടെ നമ്മളെ അയച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളെയും ഉടമയും തമ്മിലുള്ള ഒരു ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഖ്ലാഖ് പഠിക്കുക. തങ്ങൾ എത്രമാത്രം വിനയമുള്ളവനായിരുന്നു എന്ന് മനസ്സിലാക്കുക. എത്രമാത്രം വിനയം കാണിച്ച